ഇന്നതാ ഡിസംബർ 2-ാം തീയതി നമ്മൾ ഇതുവരെ നമ്മളുടെ വീട്ടില് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ കുറെ ദിവസം കൊണ്ട് പിള്ളേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോ എന്തായാലും റോസ്റ്റിന് നേരത്തെ വന്നൊരു ദിവസം ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിനാദ്യം വേണ്ടത് നമ്മളുടെ ഈ ഒരു സ്ഥലം എംപ്റ്റി ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എല്ലാ വർഷവും ഈ ഒരു സ്ഥലത്താണ് ക്രിസ്മസ് ട്രീ വെക്കുക. ഈ ഒരു മാസം നമുക്ക് ഈ ഒരു സ്വിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഈ സ്വിംഗിൽ ഇരുന്നങ്ങ് അർമാദിക്കാമെന്ന്. അപ്പൊ അങ്ങനെ അർമാദമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേഗം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്താലോ? അപ്പൊ നമ്മുടെ ബാഹുബലിയോട് പറ ഇതൊക്കെ എടുത്ത് മാറ്റി ക്രിസ്മസ് ട്രീ താഴേന്ന് ആദ്യം പിള്ളേരുടെ ഇത് എടുക്കണം. അതെ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൽ കൊണ്ട് വെക്കൂ. അമ്മ ഇവിടെ നിന്ന് ഓർഡറിങ് ആ മുഴുവൻ. അമ്മ രാജ്ഞി, നിങ്ങൾ പണിക്കാരും. എന്നാ ഇതാ റോണും ആയിരം എടുത്തോണ്ട് പോയിക്കോ. റോണു തന്നെയാണോ കൊണ്ടുപോണേ? ഓക്കെ, താഴത്തെ ലിവിംഗ് റൂമിലെ സോഫയിൽ കൊണ്ടിട്ടാ മതി. ഇത് ഞാൻ എടുക്കട്ടാ. താഴേക്ക് ഇങ്ങനെ വെച്ചുതരാം. മോള് ഇവിടെ ഇവിടെ പിടിക്കണം കേട്ടോ. ബാലൻസ് Yo yo yo, sup man? Yo yo yo, sup man? I'm cool, got better. What's up, bro? അങ്ങനെ ഞങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് വന്നേക്കാണ് ക്രിസ്മസ് ഈ വീട് അലങ്കരിക്കാൻ വേണ്ടിട്ട്. Hey guys, I'm the king of the world. No, you're not. അങ്ങനെ ഫൈനലി നമ്മുടെ താരം എത്തുകയാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീ അതാണ് ഏറ്റവും അവസാനം വരുന്നത്. സാധാരണ ആൾക്കാര് ക്രിസ്മസ് ട്രീ ആണ് ആദ്യം കൊണ്ടുവരുക. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാവരിൽ നിന്നും വിപരീതമായി അല്ലേ ഒരു ചേഞ്ചിന് വേണ്ടി ക്രിസ്മസ് ട്രീ അവസാനം കൊണ്ടുവന്നു. വാഴയിലും താഴെ കൊണ്ടുപോകണോ? അപ്പൊ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും. ആ ശരിയാ, വാഴയില എടുക്കാം. എന്നാ വാഴയിലയും കൂടി എടുത്ത് താഴെ വെച്ചോ. അപ്പൊ എനിക്ക് അവിടെയൊക്കെ വാക്വം ചെയ്യാലോ. ഞാൻ അവിടെയൊക്കെ വാക്വം ചെയ്ത് സെറ്റാക്കാം. Guys, we're about to open the Christmas tree and set it up. അപ്പൊ എടുത്തരാ കൊച്ചിനെ. നമ്പർ ഇതും കൂടെ വെക്കണായിരിക്കും. ആയിരം മോൾ എടുക്കാറായില്ല പിന്നെ. ഇത് ടൈറ്റിംഗ് ഒന്നുമില്ല ചേട്ടാ. ഇല്ല, ഇനിയെല്ലാം ഇതാണ്. അത് ഞാൻ വെച്ചത്. ഇനി ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാം. യെസ്, നമുക്ക് നമ്മുടെ അണ്ടർസ്കർട്ട് ചെയ്യാം. നമ്മുടെ അണ്ടർസ്കർട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ലൈറ്റ് ഒന്ന് ഓണാക്കി കേട്ടോ. 3, 2, 1. നമ്മുടെ ക്രിസ്മസ് ട്രീ ഏറെക്കുറെ സെറ്റായി. പക്ഷെ ഇത്രയും മാത്രമല്ല ഉള്ള, ഇനിയും ഉണ്ട്. ബാക്കി പണികൾക്ക് റോണുവിനെയും ഐറുവിനെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. റോണു ഐറു വരും, ഓർണമെന്റ്സ് തൂക്കിക്കോളൂ. ഗ്ലിറ്റർ സ്റ്റാർ. Where's the one that I made last year? One box for Airo, one box for Ronu. നമുക്കുള്ളത് മൊത്തം. നമ്മുടെ വേറൊരു ക്രിസ്മസ് ട്രീ, നമ്മുടെ എക്സ്ട്രാ ലൈറ്റ്സ് ഫോർ ദ ട്രീ. ഇത് നമ്മുടെ റോബോട്ടിന്റെ ഐറൂട്ടിന്റെയും ബേബി ടൈമിലെ പിക്ചേഴ്സ് നമ്മുടെ ക്രിസ്മസിന്റെ ഒരു ഫ്രെയിമിൽ നമ്മൾ ഇത് ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം കേട്ടോ.
എൽഫിന്റെ ബേബി പിക്ചർ ഒക്കെ വെച്ചിട്ടുണ്ട്. അകന്നിരിക്കുമ്പോ ഫുൾ ഒരു കളർ മയമായിരിക്കും. പക്ഷെ അടുത്ത് വരുന്നത് എൽഫ് ഓൺ ദ ഷെൽഫ് അല്ല, എൽഫ് ഓൺ ദ ട്രീ. But it's actually off on the shelves. നമ്മളുടെ സ്റ്റാർ റെയിൻബോ സ്റ്റാർ അല്ലേ ഒരു അരുട്ടി തന്നെ റെയിൻബോ സ്റ്റാർ എന്നാ പേരിട്ടിരിക്കണേ. Well, actually it is. Guys, can you think of a name for the elf? Think of a good one. And then comment Elf down നെ വിളിക്കാൻ below. ഒരു നെയിം. Elf is the name, right? No, we can make it our own elf. Okay. Name. എന്നാ അവരോട് എൽഫിന് ഒരു പേര് Comment down below. കമന്റ് ചെയ്യാൻ പറയുന്നു പിള്ളേർ. എങ്ങനെയുണ്ടെന്ന് ഞങ്ങളുടെ ട്രീ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ബിലോ ഗൈസ്. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് പുൽക്കൂടാണ്. പക്ഷെ പുൽക്കൂടും കൂടെ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യാൻ നമുക്ക് ടൈം ഭയങ്കര ലാഗ് വരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. എനിവേസ് നമ്മൾ പുൽക്കൂട് ഇന്നിപ്പോ സെറ്റ് ചെയ്യുന്നില്ല, വേറൊരു ദിവസമായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ വീക്കെൻഡിലായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. God bless you. Bye.